السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ആദരണീയരായ പണ്ഡിതന്മാരെ, വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ, സ്റ്റേജിലും സദസ്സിലുമായി ഈ പ്രൗഢമായ സമ്മേളനത്തെ ധന്യമാക്കുന്ന ജ്യേഷ്ഠാനീയന്മാരെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ചു ചേരൽ ഒരു സൽക്കർമ്മമായി, പുണ്യകർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത്രയും വലിയൊരു സമ്മേളനം അതിൻ്റെ തുടങ്ങുമെന്ന് പറഞ്ഞ അതേ സമയത്തു തന്നെ ആരംഭം കുറിച്ച് ഇനി അർത്ഥഗംഭീരമായ അല്ലെങ്കിൽ വളരെ വിശാലതയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളിലേക്കുള്ള സൂചനാപരമായ സംസാരങ്ങൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഇതൊരു ഫാമിലി കോൺഫറൻസ് എന്ന് പേരിടുമ്പോൾ തന്നെ സ്വാഭാവികമായി അതിൽ ഉമ്മയും വാപ്പയും ജ്യേഷ്ഠാനീയന്മാരും അവരുടെ മക്കളും കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളും ഒരുമിച്ച് ചേരുന്ന ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനത്തെ ഇവിടെ വന്നുകൊണ്ടും ഓൺലൈനിലൂടെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ചില സ്ഥാനങ്ങളുണ്ട്. ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെയായിട്ടുള്ള അതിൻ്റെ ചില സ്ഥാനങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ട്. പലപ്പോഴും ഉമ്മക്ക് അല്ലെങ്കിൽ വാപ്പക്ക്, അതുമല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന നിലക്ക് ഒരു സന്തോഷദായകമായ ജീവിതം നയിക്കാൻ പറ്റാതെ വേദനിച്ചു പോകുന്ന കുടുംബങ്ങളുണ്ട് എന്നത് സത്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ദുനിയാവിലെ താൽക്കാലികമായ ആസ്വാദനത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ചതല്ല അല്ലാഹു തആല കുടുംബം എന്ന സംവിധാനം. ഞാൻ ആവർത്തിക്കുന്നു ആ പദം. ദുനിയാവിലെ ഒരു ആസ്വാദനത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ചതല്ല സർവശക്തനായ അല്ലാഹു കുടുംബം എന്ന സംവിധാനം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുടുംബമായി ജീവിക്കുക, കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുക, അവിടെയുള്ള ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുക, മക്കൾക്ക് വേണ്ട സമയം വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങൾ നൽകുക, തൻ്റെ ഭാര്യയോട് ഗുണദോഷിക്കുക, തൻ്റെ ഭർത്താവിനോട് എല്ലാവിധ ബഹുമാനവും നിലനിർത്തി തിരുത്തേണ്ടത് തിരുത്തിക്കൊടുക്കുക, എല്ലാം പരലോക വിജയത്തിനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഉപദേശിക്കുവാനും അവരെ നിലക്കു നിർത്തേണ്ട നിലക്ക് നിർത്തുവാനും സർവശക്തനായ അല്ലാഹു ചില ആളുകൾക്ക് ചില ഉയർച്ചയും സ്ഥാനമാനങ്ങളും മനുഷ്യർക്കിടയിൽ നൽകിയിട്ടുണ്ട്. അത് ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞു, ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم.
പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ ഏറ്റവും അവസാനത്തെ ആയത്തിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളിൽ ചിലരെക്കാൾ ഉയർത്തുകയും നിങ്ങൾക്ക് അവൻ നൽകിയതിനെ തൊട്ട് നിങ്ങളെ പരീക്ഷിക്കുവാനും വേണ്ടിയാണത്. അപ്പൊ എന്തിനാണ് നമ്മുടെ കൂട്ടത്തിൽ ചിലർക്ക് ചില സ്ഥാനങ്ങൾ നൽകിയത്? ഭാര്യ ഭർത്താവ് എന്ന മലയാള പ്രയോഗം അതേ അർത്ഥത്തിലല്ല, അതേ ആശയത്തിലല്ല പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്റെ ഭാര്യ ഭർത്താവ് എന്ന നിലക്കുള്ള പരസ്പരമുള്ള ബന്ധത്തെ സൂചിപ്പിച്ചത്. ഇണകൾ എന്ന അർത്ഥത്തിലാണ്. ഇണകൾ സൗജ് എന്ന പദത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോയാൽ തന്നെ അതിന്റെ മനോഹാരിത നമുക്ക് മനസ്സിലാവും. ഇണകളാണ്. എന്നിട്ടും പുരുഷന് ചില സ്ഥാനങ്ങൾ നാം ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. സൂറത്ത് നിസായിലേക്ക് കടന്നു വരുമ്പോ, അതുപോലെ സൂറത്ത് ബഖറയിലെ 2-ാം അധ്യായത്തിലെ 228-ാമത്തെ ആയത്തിലേക്കൊക്കെ വരുമ്പോ, പ്രിയപ്പെട്ടവരെ, അവിടെ സ്ത്രീകളെ കുറിച്ച് പ്രത്യേകമായി അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. വലഹുന്ന മിസ്ലുൽ ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. ആ പദത്തിന്റെ അർത്ഥം എന്തെന്നാണ്? സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട്, തന്റെ ഇണയോട് ചില കടപ്പാടുകൾ നിർവഹിക്കാനുണ്ട്, എന്നാൽ അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അവർക്കുമുണ്ട് അവകാശങ്ങൾ. അവർ ചോദിച്ചു വാങ്ങേണ്ടതായ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തർക്കവിതർക്കങ്ങളിലൂടെ കിട്ടേണ്ട അവകാശമല്ല. അത് തന്റെ ഭർത്താവായി നിൽക്കുന്ന ഈ പുരുഷനിൽ നിന്ന് എല്ലാം മനസ്സിലാക്കി കിട്ടേണ്ടതായ അവകാശങ്ങൾ ഒരു സ്ത്രീക്കുണ്ട് എന്ന് സ്ത്രീയെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ സംസാരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല സ്ത്രീകൾക്ക് അവകാശമുണ്ട്, അവർക്ക് ബാധ്യതകളുണ്ട്, അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഉടനെ പറഞ്ഞു വലിർരിജാലി അലൈഹിന്ന ദറജ. എന്നാൽ സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് ചില പദവികൾ, സ്ഥലസ്ഥാനങ്ങൾ അല്ലാഹു തആല വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഉടനെ ആ ആയത്തിൽ തന്നെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എന്താണ് ആ പുരുഷന്മാർക്കുള്ള സ്ഥാനം? ഒരു പുരുഷൻ എന്ന നിലക്ക് താൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന, തന്റെ സഹധർമ്മിണിയായി മാറുന്ന, തന്റെ ഇണയായി മാറുന്ന, തന്റെ വേദനകളിലും സന്തോഷങ്ങളിലും പങ്കാളിയായി മാറുന്ന, പരലോകം തെറ്റി ഞാൻ സഞ്ചരിച്ചു പോകുമ്പോ എന്നെ തിരുത്താൻ പ്രാപ്തിയുള്ള, സുബഹിയുടെ നേരത്ത് കിടന്നുറങ്ങി പോകുമ്പോ മുഖത്തേക്ക് വെള്ളം തെളിച്ചെന്നെ വിളിച്ചുണർത്തി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്, പള്ളിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്ന, എല്ലാ നിലക്കും എന്നിൽ ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ത്രീ ഇണയായി എന്റെ ജീവിതത്തിൽ വരുമ്പോ എന്താണ് പുരുഷനുള്ള സ്ഥാനം എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. പുരുഷൻ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവനാണ്. അതല്ലെങ്കിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ പുരുഷന് ഒരു മേൽക്കോയ്മ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ മേൽക്കോയ്മ എന്താണ്? ഒരു നിയന്ത്രണാധികാരമാണ്. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു ബിമാ ഫല്ലലല്ലാഹു ബഅലഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. വളരെ ക്ലിയറാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന്റെ മേൽ അല്ലാഹു കഴിവ് നൽകി. സ്ത്രീയും പുരുഷനും ശാരീരികമായി, മാനസികമായി അവിടേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. പുരുഷന് നാം ചില കഴിവുകൾ അധികമായി നൽകിയിട്ടുണ്ട്. ആ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീയുടെ പൂർണ്ണ ഉത്തരവാദിത്തം, അവർക്ക് വേണ്ട ചിലവ്, അതിലൂടെ ജനിക്കുന്ന മക്കളുടെ കൃത്യമായ ഉത്തരവാദിത്തം, അവരെ പഠിപ്പിക്കുവാനുള്ള, അവരെ ചികിത്സിക്കുവാനുള്ള, അതാണ് ഖുർആൻ പറഞ്ഞത്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചിലവഴിച്ചു എന്നതുകൊണ്ടും അല്ലാഹു തആല അവർക്ക് ചില സ്ഥാനക്കയറ്റവും സ്ഥാനമാനങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ കൃത്യമായി വ്യക്തമാക്കുകയാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞു ഫസ്വാലിഹാത്ത്, സദ്വൃത്തകളായ നല്ലവരായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള കൃത്യമായ അവരുടെ ക്വാളിറ്റിയെ ഖുർആൻ 2-3 വാചകങ്ങളുടെ എണ്ണി പറയുകയാണ്. ഖാനിതാത്തുൻ, അവർ
അനുസരണശീലമുള്ളവരായിരിക്കും. ആരെ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനനുസരിക്കുക എന്നത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ അടിമകൾക്ക് നിർബന്ധമായ കാര്യമാണ്. ഇവിടെ തഫ്സീറിൽ കാണാം ഖാനിതാത്തുൻ എന്ന് പറയുമ്പോ അവർ അനുസരണശീലമുള്ളവരാണ് എന്ന് പറയുമ്പോ സർവശക്തനായ അള്ളാഹുവിനെ അനുസരിക്കുന്നു. അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞവരെ അനുസരിക്കുന്നു. തന്റെ ഭർത്താവിന് അനുസരിക്കേണ്ട മേഖലയിൽ കൃത്യമായി അനുസരിക്കേണ്ടതുണ്ട്. പോരാ, ഹാഫിളാത്തുൻ ലിൽ ഗൈബി മാ ഹഫിളല്ലാഹ് ബിമാ ഹഫിളല്ലാഹ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു അവൾക്ക് സുരക്ഷിതമാക്കി റബ്ബ് വെച്ചു കൊടുത്തതുപോലെ അള്ളാഹു അവൾക്ക്, പ്രിയപ്പെട്ടവരെ, രഹസ്യമാക്കി വെക്കേണ്ടത് റബ്ബ് ഒരു സ്ത്രീക്ക് രഹസ്യമാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു കൃത്യമായി അവനെ, ആ സ്ത്രീയെ ആ നിലക്ക് സുരക്ഷിതമാക്കി നിർത്തിയിട്ടുണ്ട്. ആ നിലക്ക് അവൾ സൂക്ഷ്മതയും കരുതലും അവൾ കരുതേണ്ട മേഖലകളിൽ കരുതണമെന്ന് ഈ ആയത്തിന്റെ വിവക്ഷയിൽ പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുകയാണ്. ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കണം. അത് ഒരു സ്ത്രീ കാണിക്കേണ്ട സൂക്ഷ്മതയാണ് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പുരുഷൻ ഒരു സ്ത്രീയുടെ മേൽനോട്ടക്കാരനാണ് എന്ന് പറയുമ്പോൾ അവിടെ ചെലവുകൾ വഹിക്കുകയാണ്, ചികിത്സാ ചെലവുകൾ വഹിക്കുകയാണ്, തന്റെ മക്കളുടെ എല്ലാവിധത്തിലുള്ള ചെലവുകളും ഏറ്റെടുക്കുകയാണ്. ആ അർത്ഥത്തിൽ ഭാര്യയോട് നിർവഹിക്കേണ്ടതായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. അതിനപ്പുറം തന്റെ ഇണക്ക് നൽകേണ്ട ശാരീരികമായ, തന്റെ ഇണക്ക് നൽകേണ്ട മാനസികമായ എല്ലാവിധ പിന്തുണയും എല്ലാം നൽകണമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇവിടെ പ്രത്യേകിച്ച് സാമ്പത്തികമായ എല്ലാ കടപ്പാടുകളും നിർവഹിക്കാൻ ഒരു പുരുഷൻ മേലെയാണ് അല്ലാഹു തആല ആ ഉത്തരവാദിത്തം വെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല തന്റെ ഇണയോട് ഏറ്റവും മര്യാദയുള്ളവരായി, ഏറ്റവും മാന്യമായി സംസാരിക്കണമെന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പനയാണ്. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ, നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന, നിങ്ങളുടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ഭാര്യയായി, നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളുടെ സഹധർമ്മിണിയായി നിങ്ങളുടെ കൂടെയുള്ള നിന്റെ ഇണയോട്, നിങ്ങളുടെ ഇണകളോട് ഏറ്റവും മാന്യമായ സംസാരം നടത്തണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു നല്ല ഭർത്താവ് എന്ന നിലക്ക് മാതൃകയാണ്, ഒരു ഉപ്പ എന്ന നിലക്ക് മാതൃകയാണ്, ഒരു വല്ലിപ്പ എന്ന നിലക്ക് മാതൃകയാണ്. അല്ലേ? എല്ലാ നിലക്കും നിങ്ങൾക്ക് പരിശോധിക്കാം. അടുക്കളയിൽ തന്റെ ഭാര്യയുടെ കൂടെ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. 4-ാം അധ്യായം സൂറത്ത് അൻ-നിസാഇൽ അല്ലാഹു തആല കൃത്യമായി ബോധ്യപ്പെടുത്തി, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. എന്താ അതിന്റെ അർത്ഥം? അവരോട് മര്യാദയുള്ള സംസാരം നടത്തണം, മാന്യമായ പെരുമാറ്റം നടത്തണം. കാരണം സ്ത്രീ എന്നത്, പ്രിയപ്പെട്ടവരെ, കൃത്യമായി മനസ്സിലാക്കുക. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കേണ്ടതില്ല. സ്ത്രീക്ക് ചില ന്യൂനതകൾ വരാം, സംസാരത്തിൽ വരാം, പുരുഷനും വരാം. അതിനേക്കാൾ കൂടുതൽ സ്ത്രീക്ക് വരാം. ഒരു വളഞ്ഞ വാരിയല്ല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ് എന്ന് പറയുമ്പോൾ ആ പ്രയോഗത്തിന്റെ വ്യാഖ്യാനങ്ങളുടെ കടന്നുപോയാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും പുരുഷന് വരുന്നതിനേക്കാൾ വളവുകൾ സ്ത്രീക്ക് വരും. അതുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കി, അവരെ കണ്ടറിഞ്ഞ് അവരോട് പെരുമാറാൻ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരു പുരുഷന് കഴിയേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എത്രത്തോളം വിശദീകരിച്ചു തന്നു എന്നറിയുമോ? ലാ യഫറക മുഅ്മിനുൻ മുഅ്മിന. ഒരു മുഅ്മിനായ ആണ് മുഅ്മിനത്തായ തന്റെ ഇണയോട് ഒരിക്കലും വെറുപ്പ് വെച്ച് പുലർത്തരുത്. എന്നിട്ട് കാരണം കൂടി പറഞ്ഞു തരികയാണ്, ഇൻ കരിഹ മിൻഹാ ഖുലുഖ. നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു സ്വഭാവം നിന്റെ ഭാര്യയിൽ, നിന്റെ ഇണയിൽ നീ കാണേണ്ടി വന്നാൽ, റളിയ മിൻഹാ ആഖർ, നിനക്ക് തൃപ്തിയുള്ള പലവും വേറെ ചില കാര്യങ്ങളിൽ അവളിൽ ഉണ്ടാകും. ഇതാരാ പറഞ്ഞത്? വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രിയപ്പെട്ടവരെ സമ്മതം കിട്ടി. വഹീന്റെ അടിസ്ഥാനത്തിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സ്ത്രീയിൽ നിങ്ങളുടെ ഇണയിൽ ചിലപ്പോ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന വല്ല പ്രവൃത്തിയും അവരിൽ നിന്ന് കണ്ടാൽ ക്ഷമിക്കാൻ പറ്റുന്നതാണോ? പൊറുക്കാൻ പറ്റുന്നതാണോ? മാപ്പ് കൊടുക്കാൻ പറ്റുന്നതാണോ? പൊറുത്തു കൊടുത്ത്, മാപ്പ് കൊടുത്ത്, വിട്ടുവീഴ്ച ചെയ്ത്, കണ്ടില്ലെന്ന് നടിച്ച്, കേട്ടില്ലെന്ന് നടിച്ച്
നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അവളിൽ എത്രയോ നന്മ വേറെ അവളിലുണ്ട് എന്ന് മനസ്സിലാക്കി അതിന്റെ ഏറ്റവും പോസിറ്റീവായ വശത്തെ നോക്കിക്കാണാൻ ഒരു പുരുഷന് കഴിയണമെന്ന അർത്ഥത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ കുറിച്ചും നമ്മുടെ ഭാര്യമാരെ കുറിച്ചും അവർക്കിടയിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് അവിടെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഖുർആനിൽ എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, തീർച്ച, സംശയത്തിനിടമില്ലാതെ പറയുകയാണ്, തീർച്ച നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അതുകൊണ്ട് ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ കരുതിയിരിക്കണം, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഉടനെ അല്ലാഹു തആല പറഞ്ഞ വാക്കെന്താ? വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ആ മൂന്നിന്റെയും അർത്ഥം ഏകദേശം ഒരുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ആദ്യം പറഞ്ഞ എന്താ? നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കൾക്കുമിടയിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവരെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വഇൻ തഅഫു വതസ്ഫഹു. എന്താണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം? നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ അവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ, ഏകദേശം ഒരുപോലെയല്ലേ നമുക്ക് ആ മൂന്ന് പദത്തിന്റെയും അർത്ഥം തോന്നുന്നത്? എന്നാൽ അത് മുഫസ്സിറുകൾ പറഞ്ഞു മൂന്ന് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. ആദ്യം പറഞ്ഞത് വഇൻ തഅഫു, അഫു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾ ഒരു തെറ്റ് കണ്ടു, നിങ്ങൾ പിടികൂടി, ഗുരുതരമായ തെറ്റാണ് കണ്ടിട്ടുള്ളത്, അത് നിങ്ങൾ പിടികൂടി, നിങ്ങൾ ആ തെറ്റ് കണ്ടെത്തി, നിന്നിട്ട് നിങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്കവർ തീർച്ചയായും നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചില ഖൈറുകളുണ്ട്. ആദ്യം പറഞ്ഞത് നിങ്ങൾ തെറ്റ് കണ്ടു, നിങ്ങളുടെ ഇണയിൽ നിങ്ങൾ പിടവ് കണ്ടു, ആ തെറ്റ് നിങ്ങൾ പിടികൂടി, എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന മാപ്പിനാണ് വഇൻ തഅഫു എന്ന് പ്രയോഗിക്കുന്നത് എന്ന് തഫ്സീറിൽ കാണാം. രണ്ടാമത്തത് വതസ്ഫഹു എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്, നിങ്ങൾ അവളിൽ ചില തെറ്റുകൾ കാണുന്നുണ്ട്, പക്ഷെ വളരെ ഗൗരവമായ തെറ്റുകളല്ല, അത് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു, അത് നിങ്ങൾ കേട്ടില്ലെന്ന് നടിക്കുന്നു, അറിയാത്ത പോലെ നടിക്കുന്നു, ആ അർത്ഥത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്. മൂന്നാമത്തത് വതഗ്ഫിറു എന്ന് പ്രയോഗിച്ചത്, നിങ്ങളത് അറിഞ്ഞിട്ടുണ്ട്, അത് മുമ്പ് ചർച്ച ചെയ്ത് അത് പുറത്തു കൊടുത്തതാണ്, ഇനി ആ വിഷയം പിന്നെ നിങ്ങളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ആ വിഷയത്തെ കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. അപ്പൊ മൂന്നും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മാപ്പ് കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരേ അർത്ഥമാണ് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. അല്ല, മൂന്ന് തലത്തിലാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, എന്നിട്ട് അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ് എന്ന് സർവശക്തനായ അല്ലാഹു അവന്റെ കലാമാകുന്ന ഖുർആനിലെ ഈ ആയത്തിലൂടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി ആവർത്തിക്കേണ്ടതില്ല. ആയത്ത് ഒന്ന് മാപ്പ് കൊടുക്കലാണ്, രണ്ട് വിട്ടുവീഴ്ച ചെയ്യലാണ്, മൂന്നാമത്തത് നിങ്ങൾ പുറത്തു കൊടുക്കലാണ്. ആദ്യത്തെ തെറ്റ് നിങ്ങൾ കണ്ടതാണ്, മാപ്പ് കൊടുക്കുകയാണ്. രണ്ടാമത്തത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ്, അത്ര ഗൗരവമായി കരുതേണ്ട ഒന്നല്ല. മൂന്നാമത്തത് പിന്നീട് ജീവിതത്തിൽ എടുത്തു പറയാൻ പോലും പാടില്ലാത്ത വിധം അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഇണങ്ങിച്ചേരുവാനും ഇടകിച്ചേരുവാനും നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് നല്ല ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ തൗഫീക്ക് നമുക്ക് ലഭിക്കും. ഖുർആനിൽ നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും വസ്ത്രമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന എന്ന പ്രയോഗം ഖുർആനിൽ നടത്തിയില്ലേ? നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും, ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും കുപ്പായമാണ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ വസ്ത്രം അണിയുന്നത്? നമ്മുടെ നഗ്നതകളെ മറക്കാനാണ്, നമ്മുടെ ന്യൂനതകളെ മറച്ചു പിടിക്കാനാണ്, നമ്മുടെ പോരായ്മകളെ മറച്ചു പിടിക്കാനാണ്.
ഭർത്താവിന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ തന്റെ കൂട്ടുകാരികളോടും അയൽവാസികളോടും ബന്ധുക്കളോടും ഒരു ഇത്തിരി പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് ഭർത്താവിന്റെ അഭിമാനത്തെ മുഴുവനും പിച്ചി ചിന്തിക്കളഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഈ അഭിമാന ക്ഷതമേൽപ്പിക്കൽ എന്ന് പറയുന്ന നല്ല ഇണക്കമുള്ള സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. തന്റെ ഭാര്യയുടെ ഒരു മൈന്യൂട്ട് പോയിന്റ് നെഗറ്റീവ് അത് പർവ്വതീകരിക്കാതെ മറച്ചു പിടിക്കാനുള്ള കുപ്പായമാണ് എന്റെ നഗ്നതയെ മറച്ചു വെച്ച കുപ്പായം പോലെ, എന്റെ ന്യൂനതയെ മറച്ചു വെച്ച കുപ്പായം പോലെ, എനിക്ക് ഭംഗി കൂട്ടിയ കുപ്പായം പോലെ, ചൂടിനും തണുപ്പിനും പ്രിയപ്പെട്ടവരെ കാവലാകുന്ന കുപ്പായം പോലെ നിന്റെ ഭാര്യക്കും തിരിച്ചു ഭർത്താവിനുമൊക്കെ ആ അർത്ഥത്തിൽ ഒരു വസ്ത്രമായി മാറാൻ കഴിയണമെന്നതാണ് ഖുർആനിന്റെ ഈ പ്രയോഗത്തിന്റെ അർത്ഥം. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം എന്ന് പറഞ്ഞില്ലേ, അവരുടെ സ്ത്രീകളോട് ആരാണോ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യമായി പെരുമാറുന്നത് അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെന്ന പ്രയോഗം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത് വെറുതെ അങ്ങ് പറഞ്ഞു പോയ വാക്കല്ല. എത്ര പേർക്ക് മാന്യമായി അങ്ങാടിയിൽ രാഷ്ട്രീയ രംഗത്ത് ഇടതിലും വലതിലുമൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് തന്റെ അനുയായികളോടും തന്റെ നാട്ടിലെ അത് തന്റെ കൂടെ നിൽക്കുന്നവരോടുമൊക്കെ മാന്യമായി സംസാരിക്കാൻ കഴിയുന്നു, അങ്ങാടിയിൽ മാന്യമായി സംസാരിക്കാൻ കഴിയുന്നു. വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ ഭാര്യ ചോദിക്കുന്ന 10 മിനിറ്റ് അനുവദിച്ചു കൊടുത്ത് ഒന്ന് കേൾക്കാനുള്ള മനസ്സുപോലുമില്ലാത്ത ചാടിക്കയറുന്ന, അതേ ശുണ്ടി കാണിക്കുന്ന, അവിടെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന, തന്റെ മക്കൾക്ക് വേണ്ടി അല്പസമയമൊന്നും മാറ്റിവെക്കാൻ പോലും കഴിയാതെ ഇരിക്കുന്നവർ എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെന്ന് പറയുമ്പോൾ ഇത് നമുക്കെങ്ങനെ യോജിക്കുമെന്ന് ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം, ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഏതെങ്കിലും ഒരാളോട് റബ്ബിന്റെ മുമ്പിൽ അല്ലാതെ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നുവെങ്കിൽ ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ആരോടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ അല്ലാതെ സുജൂദ് ചെയ്യാൻ ഏതെങ്കിലും അർത്ഥത്തിൽ കൽപ്പിക്കാൻ ഒരു അവകാശമുണ്ടായിരുന്നുവെങ്കിൽ, പ്രവാചകന്റെ കൽപ്പനയാണ്, പ്രവാചകന്റെ പ്രഖ്യാപനമാണ്, സഹാബത്ത് പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, സ്ത്രീയോട് പറയുമായിരുന്നു നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന്. എന്തിന്? മിൻ ഇളമി ഹഖ്ഖിഹി അലൈഹാ, ആ സഹോദരിക്ക് തന്റെ ഭർത്താവിനോടുള്ള കടപ്പാടിന്റെ മഹിമ ബോധ്യമാകാനാണ്. അതിനു വേണ്ടിയാണ് പറയുന്നത്. അതിന്റെ വലുപ്പം മനസ്സിലാകാനാണ്, ഭർത്താവിന്റെ പദവി മനസ്സിലാവാനാണ്, ഭർത്താവിന്റെ സ്ഥാനം മനസ്സിലാവാനാണ്. ഒരു സ്ത്രീയോട് പറയുമായിരുന്നു നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ സുജൂദ് ചെയ്യണമെന്ന്. പറഞ്ഞിട്ടില്ല. ആ സാഷ്ടാംഗം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിലുമില്ല. പക്ഷെ പറയുമായിരുന്നുവെങ്കിൽ അങ്ങനെ സ്ത്രീയോട് പറയുമായിരുന്നു. തുടർന്ന് പ്രവാചകൻ പറഞ്ഞു, വലാ തജിദു ഹലാവത്തൽ ഈമാൻ, ഒരാൾക്ക് ഈമാനിന്റെ മാധുര്യം കണ്ടെത്താൻ കഴിയുകയില്ല ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, തന്റെ ഭർത്താവിനോടുള്ള കടപ്പാട് തീർക്കാത്ത ഒരു പെണ്ണിന് ഈമാനിന്റെ മാധുര്യം കിട്ടുമെന്ന് ആരും വിചാരിച്ചു കളയേണ്ടതില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫാമിലി കോൺഫറൻസിന്റെ പന്തലിലേക്ക് വന്ന ഓരോ സഹോദരിമാരും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനോട്, പ്രവാസ ലോകത്തിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനോട്, ഇവിടെ എത്തിപ്പെടാൻ ഇന്ന് പറ്റാത്ത തന്റെ ഭർത്താവിനോട് എന്റെ സമീപനം എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു തീർത്ത സമയങ്ങളിൽ എങ്ങനെയായിരുന്നു പെരുമാറ്റം? തട്ടിക്കയറലായിരുന്നോ? തട്ടുത്തരം പറയലായിരുന്നോ? അനുസരണമില്ലായ്മ കാണിക്കലായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവ് അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് പഠിപ്പിക്കുകയാണ്, ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ആ പെണ്ണിന് നുകരാൻ കഴിയുകയില്ല എന്ന, തന്റെ ഭർത്താവിനോടുള്ള ബാധ്യതയും കടപ്പാടും നിർവഹിക്കാത്തവർ എന്ന് സംശയത്തിനിടമില്ലാതെ പ്രഖ്യാപിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെത്തുക എന്നത് വളരെ വേഗത്തിൽ, പുരുഷനേക്കാൾ വേഗത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നായിട്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു സ്ത്രീ 5 നേരത്തെ നമസ്കാരം നിർവഹിച്ചു, വസ്വാമത്ത് ശഹറഹാ, നോമ്പ്, ആ ഒരു മാസക്കാലത്തെ നോമ്പ് കൃത്യമായി നിർവഹിച്ചു, അനുഷ്ഠിച്ചു, അതിൽ നഷ്ടപ്പെട്ടത് നോറ്റുവിട്ടുകയാണ്.
വഹഫിളത് ഫർജഹ, തന്റെ ജനനേന്ദ്രിയത്തെ, തന്റെ ലൈംഗികമായ രംഗത്തെ സൂക്ഷ്മത അത് വളരെ ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ടവരെ സൂക്ഷ്മത വരുത്തി ജീവിക്കുകയും ചെയ്തു. എന്നാൽ പ്രവാചകൻ എന്നിട്ട് തുടർന്ന് പറയുന്നു, ഈ വിഷയവുമായി നേരത്തെ സംസാരിച്ച ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗം അവിടെ എടുത്തു പറയുകയാണ്. തന്റെ ഭർത്താവിനോട് അനുസരണ കാണിക്കുകയും ചെയ്തു. ഖീല ലഹ, അവളോട് പറയപ്പെടും, എന്താ പറയുന്നത്? ഖീല ലഹ ദുഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്ന ശിഅതി, സ്വർഗ്ഗത്തിലെ ഇഷ്ടപ്പെട്ട കവാടങ്ങളിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് നാളെ പരലോകത്ത് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രിയപ്പെട്ടവരെ വ്യക്തമാക്കുന്നത്. പോരാ, ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനോടുള്ള കടപ്പാട് ഇനിയും മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉപമ ഇനി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുകയില്ല. ശ്രദ്ധിച്ചു കേട്ടോളൂ. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹുവാണ് സത്യം എന്നതിന്റെ സാരം. ലൗ കാന മിൻ ഖദമിഹി ഇലാ മഫ്രികി റഅസിഹി ഖുർഹതൻ, നോക്കിക്കോളൂ, തംബജിസു ബിൽ ഖൈഹി വസ്സദീദ് സുമ്മ ഇസ്തഖബലതുഹു വലഹസതുഹു മഅദ്ദത് ഹഖഹു. എത്ര ക്ലിയർ ആയിട്ടാണ്, എത്ര വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിലാണ് ഈ പറയുന്നത്. അല്ലാഹുവാണ് സത്യമെന്ന് പറഞ്ഞിട്ട് പറയുന്നു, എന്താ? തന്റെ ഭർത്താവിന്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീ ഇങ്ങനെ ചെല്ലുകയാണ്. തന്റെ ഭർത്താവിന്റെ തല മുതൽ കാല് മുതൽ തല വരെ എന്താ സംഭവിക്കുന്നത്? ജലമിങ്ങനെ പൊട്ടിയൊലിക്കുകയാണ്. ആ ശരീരത്തിലൂടെ ചീച്ചലമിങ്ങനെ ഒഴുകി വരികയാണ്. എന്നിട്ട് തന്റെ ഭാര്യയാകുന്ന ഇണയാകുന്ന ആ പെണ്ണ് അവളുടെ നാവുകൊണ്ട് അതിനെ അങ്ങ് നക്കി തുടച്ചു കൊടുത്താലും അവനോടുള്ള ഭർത്താവിനോടുള്ള കടപ്പാട് തീർന്നിട്ടില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ആ പ്രയോഗം നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഭർത്താവിനോടുള്ള കടപ്പാട് എത്രത്തോളം ഉണ്ട് എന്ന് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം പ്രയോഗമാണ് ഈ ഹദീസിലൂടെ കടന്നു വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇനി ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും, നോക്കൂ, പ്രത്യേകമായ സ്ത്രീകളെ കുറിച്ച് ഞാൻ പറയട്ടെ, ഓർമ്മപ്പെടുത്തട്ടെ. എവിടെയുള്ള സ്ത്രീകളാണ്? ഫിൽ ജന്ന, സ്വർഗത്തിൽ നാളെ എത്തിച്ചേരുന്ന സ്ത്രീകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിപ്പ് തരട്ടെയോ? ഇദാ ഗളിബത്, അവൾക്ക് ദേഷ്യം വന്നു. ഔ ഗളിബ സൗജുഹ, അല്ലെങ്കിൽ ഭർത്താവിനാണ് ദേഷ്യം വന്നത്. ഖാലത്, ആ സമയത്ത് ഭർത്താവും ഭാര്യയും തമ്മിൽ ഇങ്ങനെ പിണങ്ങി നിൽക്കുകയാണ്. വൈകുന്നേര സമയത്താണ് പിണങ്ങിയത്, രാത്രിയുടെ ഒരു സമയത്താണ് പിണങ്ങിയത്. എന്നാൽ ഖാലത്, അവന്റെ ഭാര്യ പറയുകയാണ്, നിന്റെ കയ്യിൽ, അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഭർത്താവിന്റെ കൈയും അവളുടെ കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവൾ പറയുകയാണ്, ലാ അഖ്തഹിലു ബിഗംലി ഹത്താ തർല, മറ്റൊരു റിപ്പോർട്ടിൽ ലാ അദൂഖു ഗംലൻ ഹത്താ തർല, ഈ കൺപോള ഞാൻ നിങ്ങൾ എന്നെ തൃപ്തിപ്പെടാതെ അടക്കുകയില്ല. എങ്ങനെ? ഈ കൺപോള ഞാൻ നിങ്ങൾ എന്നെ തൃപ്തിപ്പെടാതെ അടക്കുകയില്ല. നിങ്ങൾ എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ, നമ്മൾ ഒന്നിച്ചു ചേരാതെ ഞാൻ ഉറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന് ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയുമെങ്കിൽ ദാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് പ്രവാചകൻ. സ്വർഗത്തിലേക്കുള്ള സ്ത്രീകളാണവർ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, വിട്ടുവീഴ്ച ചെയ്യുക, ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കാതിരിക്കുക. ആദ്യ ഭാഗത്ത് ഞാൻ പുരുഷന്മാരോടാണ് പറഞ്ഞത്, ഭർത്താക്കന്മാരായി നിൽക്കുന്നവരോടാണ്. നിങ്ങൾ അവർക്കുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക, അവർക്കുള്ള കൃത്യമായ കടപ്പാടുകൾ അവരോട് തീർക്കുക. അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സാമ്പത്തികമായി, മാനസികമായി, പാർപ്പിട സൗകര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, എവിടെയാണോ നമ്മൾ പോരായ്മ വരുത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുക. എന്നിട്ട് നാളെ പരലോകത്ത് ഇതെന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമായി മാറുന്ന ഒന്നാണ് എന്ന് ഗൗരവമായി മനസ്സിലാക്കുക. പോരാ, പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കുകയാണ്, ലാ തുജാബിസു സ്വലാത്തഹും ആദാനഹും, അവരുടെ ചെവികൾക്ക് മേലെ അവരുടെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും വിട്ടുകിടക്കുകയില്ല. ആരത്? 3 വിഭാഗം ആളുകളെ പറഞ്ഞു. വിഷയത്തിൽ പെടാത്തതായതുകൊണ്ട് അതിന് ഞാൻ വിശദീകരിച്ചു പറയുന്നില്ല. ഒന്ന്, അൽ അബ്ദുൽ ആബിഖു ഹത്താ യർജി, ഓടിപ്പോയ അടിമ തന്റെ യജമാനിലേക്ക് തിരിച്ചു വരുന്നത് വരെ. 2, വമർഅത്തുൻ ബാതത്, ഒരു സ്ത്രീ രാത്രി കഴിച്ചു കൂട്ടുകയാണ്. വസൗജുഹാ അലൈഹാ സാഖിതുൻ,
ആ ഭർത്താവ് ആ സ്ത്രീയോട് കോപിഷ്ഠനായിട്ടാണ് ആ രാത്രി കഴിച്ചു കൂട്ടിയതെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം നിങ്ങളുടെ ചെവികൾക്കുമേലെ ഉയർന്നു പോവുകയില്ല. ചില ഹദീസിൽ തലക്കുമീതെ ഉയർന്നു പോവുകയില്ല. മൂന്നാമത് അതിൽ പറഞ്ഞത് വഇമാമു ഖൗമിൻ വഹും ലഹു ഖാരിഹൂൻ, ഇമാമായി നിൽക്കുന്നു, പക്ഷെ അദ്ദേഹത്തെ തൊട്ട് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ ഇഷ്ടമില്ലായ്മയുണ്ട് എന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ശൈഖ് അൽബാനി റഹിമഹുല്ല തന്റെ സ്വഹീഹിന്റെ പട്ടികയിൽ കൊണ്ടുവരുന്ന ഹദീസിൽ കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വംറഅത്തുൻ അസത് സൗജഹാ ഹത്താ തർജിഅ, ഒരു ധിക്കാരം, ഭർത്താവിനോട് ഒരു ധിക്കാരം, അനുസരണമില്ലായ്മ കാണിച്ച പെണ്ണ് അത് വിട്ട് തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം നിങ്ങളുടെ ചെവിക്കുമീതെ നിങ്ങളുടെ തലക്കുമീതെ ഉയരുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫാമിലി കോൺഫറൻസിന്റെ ആദ്യ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോടും സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യൻദുറുല്ലാഹ്, അല്ലാഹു നോക്കുകയില്ല, ഇലംറഅത്തിൻ, ഒരു സ്ത്രീയിലേക്ക് അല്ലാഹു നോക്കുകയില്ല, ലാ തഷ്കുറു ലിസൗജിഹാ, തന്റെ ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത സ്ത്രീ അല്ലാഹു നോക്കുകയില്ല, റബ്ബ് സംസാരിക്കുകയില്ല എന്ന് പറയുന്ന കുറെ ഹദീസുകളുണ്ട്. ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം, അല്ലേ, ഇങ്ങനെ കുറെ ഹദീസുകളുണ്ട്. അതിൽ എണ്ണുന്ന ഒരു ഹദീസിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത ഒരു സ്ത്രീയിലേക്ക് അള്ളാഹു നോക്കുകയില്ല എന്ന പ്രയോഗം നടത്തുന്നത്. പോരാ, ഒരു സ്ത്രീക്ക് ഒരു സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണമെന്ന് പറഞ്ഞിട്ടില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യഹില്ലു ലിംറഅത്തിൻ, ഒരു സ്ത്രീക്ക്, ലാ യഹില്ലു ലിൽമർഅതി അൻ തസൂമ, ഒരു സ്ത്രീക്ക് നോമ്പനുഷ്ഠിക്കുക എന്നത് അനുവദനീയമല്ല. വസൗജുഹാ, അവളുടെ ഭർത്താവ് ഷാഹിദുൻ, ഇവിടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ആ പ്രദേശത്തുണ്ട് എങ്കിൽ ഇല്ലാ ബിഇദ്നിഹി, എങ്ങനെ, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ. അപ്പൊ ഭർത്താവ് ഉണ്ടായിരിക്കെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ആ ഒരു സ്ത്രീക്ക് നോമ്പ് പോലും, സുന്നത്ത് നോമ്പ് പോലും അനുഷ്ഠിക്കാൻ പാടില്ല. വലാ തഅ്ദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി, ആ ഭർത്താവിന്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, നിങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കാൻ പാടില്ല. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെയാണ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് സൂക്ഷ്മത വരുത്തുക, സംശയങ്ങളുള്ള മേഖലകളെ സൂക്ഷിക്കുക. ഇത്തഖൂ മവാഖിഹത് തുഹ്മ, സംശയങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയെ സൂക്ഷിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാൽ അധികമൊന്നും അപകടമാണ് എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതാണ്. വെറുതെ ഭാര്യയെ സംശയിക്കുക, വെറുതെ ഭർത്താവിനെ സംശയിക്കുക, ഇങ്ങനൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. എന്നാൽ സംശയത്തിനിടമുണ്ടാക്കുന്ന ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെക്കരുത് എന്നത് പ്രത്യേകം സൂക്ഷിക്കുകയും ചെയ്യണം. ഭർത്താവിന്റെ സമ്മതമില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കാൻ പാടില്ല. പിന്നെ മാത്രമല്ല, പുരുഷന്മാരെ, നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഭാര്യമാർ ഒരുങ്ങാറുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ യാത്ര കഴിഞ്ഞു വരുന്നു എന്നറിഞ്ഞാൽ അവർ എല്ലാ നിലക്കും ഒരുങ്ങി നിൽക്കാറുണ്ട്, അണിഞ്ഞൊരുങ്ങാറുണ്ട്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ഉഹിബ്ബു, ഞാനിത് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്, അന്നതസയ്യന ലിഇംറാതി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങാൻ ഇഷ്ടപ്പെടുകയാണ്. ഏതുപോലെ, കമാ ഉഹിബ്ബു അൻ തതസയ്യന ലി, എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്. ഏത് സ്ഥലത്താണ് ഇമാം ഖുർത്തുബിയെ പോലെയുള്ള ആ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ, ഏത് ആയത്തിന്റെ, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീകൾക്കുമുണ്ട് ചില അവകാശങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ആ മഹാരഥനായ സഹാബി ലോകത്തോട് പറയുന്നത്, ഞാൻ എൻ്റെ ഇണക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഇഷ്ടപ്പെടുകയാണ്, എൻ്റെ ഇണക്ക് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങുന്നു, എനിക്ക് വേണ്ടി അവൾ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ. ഇവിടെയൊക്കെ നമുക്ക് ചില
പ്രിയപ്പെട്ടവരെ, ഗുണപാഠങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരുങ്ങാറുണ്ടോ? അവളെ പരിഗണിക്കാറുണ്ടോ? അവൾക്ക് പുറത്തേക്ക് പോകാൻ വേറൊരാളുടെ കൂടെയും യാത്ര ചെയ്യാൻ അനുവാദമില്ല. എൻ്റെ അനിയന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ചേട്ടന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവളെ ഒന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടത് ഞാനാണ്. അവളെ പരിഗണിക്കണം, അവളുടെ മനസ്സ് വായിക്കണം, ചോദിക്കാതെ തന്നെ അവൾക്ക് സമ്മാനങ്ങൾ നൽകണം. ഇതൊക്കെ തഫ്സീറുകൾ ചർച്ച ചെയ്യുന്നതാണ്. അത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗിഫ്റ്റുകൾ നൽകണം, അവളെ സന്തോഷിപ്പിക്കണം. അവളോട് ചില സമയങ്ങൾ കൊടുത്തുകൊണ്ട് എന്നിൽ വല്ല പോരായ്മയും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ നിങ്ങളുടെ മാതൃകയാകുമ്പോൾ നിങ്ങളുടെ മക്കൾ നല്ലൊരു ഉമ്മയെ കണ്ടു വളരും, നല്ലൊരു വാപ്പയെ കണ്ടു വളരും. അപ്പോ ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ കാണാൻ, ഭർത്താവിന്റെ ഉപ്പയെ സ്വന്തം ഉപ്പയെ പോലെ കാണാൻ, ഭാര്യയുടെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണാൻ അവന്റെ മനസ്സ് പാകപ്പെടും. കാരണം അവൻ ഖുർആനിനും സുന്നത്തിനും അനുസൃതമായ ജീവിതമാണ് നയിക്കുന്നത്. അല്ലേ? ഒന്ന് നോക്കിയാൽ ഭർത്താവ് ഒന്ന് നോക്കിയാൽ പുഞ്ചിരിക്കുന്നവൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല ഭാര്യ ആരാണ് എന്ന് ചോദിച്ചപ്പോ, ഏറ്റവും നല്ല ഭർത്താവ് ആരാണ് എന്ന് ചോദിക്കുമ്പോ ഉത്തരങ്ങൾ കൊടുത്തത് ഹദീസിൽ കാണാം. അവിടെ പറഞ്ഞു, വഇദാ അമറ, ഒരു കാര്യം ഭർത്താവ് കൽപ്പിച്ചാൽ എന്താ പറഞ്ഞത്? അത്വാഅതുഹു, ആ ഭർത്താവിനെ അനുസരിക്കുകയാണ്. ഒരു കാര്യം അങ്ങ് പറഞ്ഞാൽ, വഇദാ നളറ, ഒന്ന് തന്റെ സഹധർമ്മിണിയിലേക്ക് നോക്കിയാൽ, സറത്തുഹു, സന്തോഷപുളകിതമായ ഒരവസ്ഥ അതേ അവനുണ്ടാവുകയാണ്. മുഖത്ത് പുഞ്ചിരി വിടരുകയാണ്, കാത്തിരിക്കുകയാണ്. കൂലിപ്പണി കഴിഞ്ഞ്, ബിസിനസ് കഴിഞ്ഞ്, കച്ചവടം കഴിഞ്ഞ്, ഷോപ്പടച്ച് വീട്ടിലേക്ക് വരുമ്പോ ഉമ്മറപ്പടിയിൽ കാത്തുനിന്ന് പുഞ്ചിരിക്കുന്ന മുഖവുമായി തന്റെ ഭർത്താവിന് കുടിക്കാനുള്ള വെള്ളമെടുത്തു വെച്ച് ഒന്ന് സ്വീകരിച്ചിരുത്തി ഒന്ന് കുശലാന്വേഷണങ്ങൾ നടത്താൻ സമയം കിട്ടാറുണ്ടോ? വിവാഹത്തിന്റെ ആദ്യ സമയങ്ങളിൽ മാത്രമാണോ ഇത് പറഞ്ഞിട്ടുള്ളത്? അല്ല, മരണം വരെ ഇത് ഇങ്ങനെ ഇണങ്ങിച്ചേർന്ന് പോകേണ്ട ഒന്നാണ്. അങ്ങനെയാണോ നമ്മുടെ കുടുംബങ്ങളിൽ ഇത് കടന്നു പോകുന്നത്? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടുമൊക്കെ കടമയും കടപ്പാടുകളും അവകാശങ്ങളുമൊക്കെ വകവെച്ചു കൊടുത്ത് ബാധ്യത നിർവഹിച്ച് പോകുന്നവരാണ് എന്ന് പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യമാരിലും ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞില്ലേ? കരുതിയിരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ മക്കൾ നാളെ നമുക്ക് ശത്രുക്കളായി മാറരുത്. എന്റെ അവസാനത്തെ വാചകങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആ മക്കൾ നമ്മുടെ ശത്രുക്കളായി നാളെ പരലോകത്ത് വരരുത്. പ്രവാസികൾ ഇത് കേൾക്കുന്നില്ലേ? ആർക്കു വേണ്ടിയാണ് അവർ രാവിലെയും പകലും വ്യത്യാസമില്ലാതെ, രാവും പകലും വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ? ഈ ഭാര്യക്കും മക്കൾക്കും ഈ കുടുംബത്തിനും വേണ്ടിയല്ലേ? അവനവന്റെ കാര്യം മാത്രം മുന്നോട്ട് പോകാനാണെങ്കിൽ ഇത്ര പാടുപെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്, മക്കളെ കുറിച്ച് സ്വപ്നം കാണുകയാണ്, അവിടെ വിദ്യാഭ്യാസ രംഗത്തെ സ്വപ്നം കാണുകയാണ്, അവരെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് സ്വപ്നം കാണുകയാണ്. ഡ്യൂട്ടിക്ക് പുറമെ നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ അവർ തയ്യാറാവുകയാണ്. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തിയ നമ്മുടെ മക്കൾ നാളെ എന്റെ ഉപ്പാനെ കാണിച്ചുകൊണ്ട്, എന്റെ ഉമ്മാനെ കാണിച്ചുകൊണ്ട് കാലിനടിയിലിട്ട് ചവിട്ടാമെന്ന് പടച്ചവന്റെ പരലോകത്ത് വെച്ച്, കോടതിയിൽ വെച്ച് നമുക്കെതിരെ നമ്മുടെ മക്കൾ തിരിയുന്ന ഒരവസ്ഥ നാളെ പരലോകത്ത് വന്നാൽ, പ്രിയപ്പെട്ട എന്നെ കേട്ടവരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, എന്തിനായിരുന്നു നമ്മുടെ ഭൂമിയിലെ കഷ്ടപ്പാട് എന്ന് ഈ മക്കൾ നമുക്കെതിരായി മാറുമ്പോ, നമ്മുടെ ഭാര്യ നാളെ പരലോകത്ത് നമുക്കെതിരായി മാറുമ്പോ, നമ്മുടെ ഭർത്താവ് നാളെ നമുക്കെതിരായി മാറുമ്പോ എന്തിനായിരുന്നു ഈ കഷ്ടപ്പാട്, ഈ ഓട്ടമെന്ന് ഗൗരവപൂർവം ഒരു വട്ടമല്ല ആയിരക്കണക്കിന് തവണകൾ പുനരാലോചനയ്ക്ക് വിധേയമാക്കണമെന്ന് ഈ പ്രൗഢമായ സദസ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മരിക്കുമ്പോ ഭർത്താവിന്റെ മടിയിൽ കിടന്ന് അങ്ങനെ അവസരമുണ്ടെങ്കിൽ അങ്ങനെ മരിച്ച് ആ ഭർത്താവിന് നിങ്ങളെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ കൂട്ടരെ? എപ്പോഴും ഒരു പുതിയ പലഹാരം കാണുമ്പോ, ഒരു പുതിയ ഭക്ഷണം കിട്ടുമ്പോ, ഒരു സമൃദ്ധമായ ഭക്ഷണം കിട്ടുമ്പോ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയച്ചത് വായിച്ചിട്ടില്ലേ നമ്മൾ? ഖദീജയോടുള്ള ഇഷ്ടമായിരുന്നു അത്. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക, പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അടുത്ത് വെച്ച് മരിക്കുമ്പോ അവളെ തൊട്ട് നിങ്ങൾ തൃപ്തിയുള്ളവളാണെങ്കിൽ, സ്ത്രീകളെ കേട്ടോളൂ, ദഖലത്തിൽ ജന്ന, ആ സ്ത്രീ സ്വർഗത്തിലാണ് എന്ന്
കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് വരുന്ന സംസാരങ്ങളിൽ ഇതിന്റെ ബാക്കി എന്നോണമുള്ള വിഷയങ്ങൾ കടന്നു വരും. ഇവിടെ ഞാൻ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കിടപ്പാടുകൾ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അല്ലാഹു തആല ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ആലോചന നിമഗ്നരായി മാറുന്ന, പുനരാലോചനകൾക്ക് വിധേയമാകുന്ന, കേട്ടതിനപ്പുറം പ്രിയപ്പെട്ടവരെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഇത് നാളെയുടെ കോടതിയിൽ, പടച്ചവന്റെ കോടതിയിൽ രക്ഷക്കുള്ള ഒരു വസീലയായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനും നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. സ്വർഗം കിട്ടാൻ കൊതിച്ചുകൊണ്ട്, നരകമോചനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്റെ ജീവിതം ധന്യമാക്കുന്നത്, പുറത്തു കൊടുക്കുന്നത്, ക്ഷമിക്കുന്നത്, വിട്ടുവീഴ്ച ചെയ്യുന്നത്, മാപ്പ് കൊടുക്കുന്നത്, കണ്ടില്ലെന്ന് നടിക്കുന്നത് എല്ലാം ഇവിടെ ഞാൻ ഒരുപക്ഷെ തോറ്റു എന്ന് ആര് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ പരലോകത്ത് ഞാൻ പരാജയപ്പെട്ടു പോകരുത് എന്ന ചിന്തയാണ്. അർത്ഥത്തിൽ ഈ ഫാമിലി കോൺഫറൻസിലെ ആദ്യത്തെ വിഷയാവതരണത്തെ നിങ്ങൾ നോക്കിക്കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹുവേ, ഈ പ്രൗഢമായ സദസ്സിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ ഈ സദസ്സിൽ കേട്ടവരും ഓൺലൈനിൽ കേട്ടവരും അവരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹുവേ ഇത് നീ പ്രവേശിപ്പിച്ച് ചില ആളുകൾക്ക് പടച്ചവനെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഹേതുവാക്കി, കാരണമാക്കി മാറ്റി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.